നമ്മളിപ്പോൾ കാണുന്നത് ദുബായിലെ ഒരു കടൽത്തീര ലാൻഡ്സ്കേപ്പാണ്. ഒരു സമയത്ത് അത് വെറും കടൽത്തീരമായിരുന്നു, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. 1933 വരെ അറബി നാടുകളിൽ ഒരു സാമ്പത്തിക ഉന്നമനം ഉണ്ടായിരുന്നില്ല. അത് പത്തേ ഇങ്ങനെ ഒരു മരുഭൂമിയായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു, അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1933 ശേഷമാണ് വിപ്ലവകരമായിട്ടുള്ള മാറ്റം അറബി നാടുകളിൽ വന്നത്. കാരണം അസംസ്കൃത എണ്ണയുടെ കണ്ടുപിടുത്തം അപ്പോഴാണ് വന്നിട്ടുള്ളത്, അതായത് കറുത്ത പൊന്ന്. അതും ഗ്യാസ് വിഭവങ്ങളും ആണ് അറബി നാടുകളെ സമ്പന്നമാക്കി തീർത്തത്. ഇന്ന് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സമ്പൽ സമൃദ്ധി അറബി രാജ്യങ്ങൾക്കുണ്ട്. സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ദുബായ്, ഇതൊക്കെ അതിൻ്റെ പകട ഉദാഹരണങ്ങളാണ്. പക്ഷേ അവർക്കുള്ള പ്രത്യേകത, ഈ പൈസ അവരുടെ കയ്യിൽ കുമിഞ്ഞുകൂടി വന്നപ്പോൾ അത് കള്ളുപിടിച്ചും പെണ്ണുപിടിച്ചും അഴിമതി നടത്തിയും വാചകസരത്ത് നടത്തിയും ചാനൽ ചർച്ച നടത്തിയും അവർ സമയം കളഞ്ഞില്ല. അതിന് പകരമായിട്ട് അവർ രാജ്യം മോടി പിടിപ്പിക്കുവാൻ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ആക്കുവാൻ, അത് ലോകോത്തര നിലവാരമാക്കി മാറ്റുവാൻ, ആ ലോകത്തിലെ ഒന്നാമതാക്കി മാറ്റുവാൻ, അമേരിക്കയുമായിട്ട് കിടപിടിക്കാനൊന്നും അവർക്ക് പറ്റില്ലെങ്കിലും അതുപോലത്തെ ഒരു ഡമ്മി നഗരം സൃഷ്ടിക്കുവാൻ അവർ പരിശ്രമിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് അവിടുത്തെ ഓരോ കെട്ടിടങ്ങളും ലാൻഡ്സ്കേപ്പും അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്രകാരമുള്ളവർ പറയും, അതായത് പണം കിട്ടിയാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. നമ്മുടെ നാട്ടിൽ പല കാര്യങ്ങളും ചെയ്യേണ്ട പോലെ ചെയ്യുന്നില്ല. റോഡുകളുടെ കാര്യമായാലും ശരി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കാര്യമായാലും ശരി, എല്ലാം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത്. വളർച്ചയുണ്ടോ എന്ന് നമുക്ക് തോന്നും, എന്നാൽ അതേസമയം വളർച്ചയുമില്ല. വികസനമുണ്ട് എന്ന് നമുക്ക് തോന്നും, പക്ഷേ വികസനമില്ല. പലയിടത്തും ഇന്ന് പാലങ്ങളില്ല, വേണ്ടവണ്ണം റോഡുകളില്ല, ആ റോഡുകൾ വേണ്ടവണ്ണം മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. സർക്കാർ തന്നെ ഏറ്റെടുത്തിരിക്കുന്ന പണികൾ വേണ്ടവണ്ണം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ പ്രത്യേക രീതിയിലുള്ള നിലപാടുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഭൂരിപക്ഷം പേരും അവരുടെ പോക്കറ്റ് നിറയ്ക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നല്ലാതെ രാജ്യം നന്നാക്കാൻ വേണ്ടി ഒന്നും ശ്രമിക്കുന്നില്ല. രാജ്യം നന്നാക്കുന്നു എന്ന് നമുക്ക് തോന്നും, പക്ഷേ രാജ്യം നന്നാവുകയല്ല, അത് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള തിന്മയുടെ ഘടകങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മുടെ രാജ്യത്തിൽ ഐക്യമില്ല, അങ്ങനെ പല കാര്യങ്ങളുമില്ല. രാഷ്ട്രീയക്കാരുടെ ഇടയിൽ പോലും ഐക്യമില്ല. അതുകൊണ്ടാണ് നമുക്ക് ദുബായ് പോലത്തെ ഒരു രാജ്യം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയാത്തത്. അപ്പോൾ ദുബായ് നമ്മൾ തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. അവരുടെ മാനേജ്മെൻറ്റ് അപ്രകാരമാണ്.